ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അനുവാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടിയെ നീലാമരി പൗഡർ ഉപയോഗിച്ചിട്ട് മാത്രം നമ്മുടെ മുടിയെ എത്രത്തോളം കറുപ്പിക്കാം എന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നീലാമരി പൗഡർ മാത്രം മതി കേട്ടോ. അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു ഇല എടുത്തിട്ടുണ്ട്. ആ ഇല എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു ഇലയാണ്. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. പിന്നെ നമ്മുടെ കട്ടൻ ചായ മാത്രം മതി. നല്ല വൃത്തിയായിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് ഒരു കെമിക്കലും ഇല്ലാതെ നാച്ചുറലായിട്ട് അപ്ലൈ ചെയ്ത് നമ്മുടെ മുടിക്ക് ഒരു നല്ലൊരു കറുപ്പ് നിറം ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ പായ്ക്കാണ് ഇന്ന് കാണിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ കിട്ടുന്ന സാധനം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ഒന്ന് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ ലെങ്തിലുള്ള വീഡിയോ അല്ല, കാര്യം മാത്രം പറഞ്ഞിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ചരുവത്തിനകത്തോട്ട് നമ്മൾ തേയില വെള്ളം തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളത്തിലോട്ട് ഒരു 1.5 സ്പൂൺ തേയില ഇട്ട് നമുക്കൊരു 3/4 ഗ്ലാസ്സോളം വറ്റിച്ചെടുക്കണം. നല്ല പോലെ തിളച്ചിട്ട് തീ കുറച്ചിട്ട് അത് വെന്ത് വറ്റി അത് തണുക്കാൻ വെക്കണം കേട്ടോ. ഇത്രയാണ് നമ്മളത് ചെയ്യേണ്ടത്. അതിനുശേഷം ഞാൻ കാണിക്കുന്ന ഇലയെന്ന് പറയുന്നത് നമ്മുടെ കുരുമുളകിൻ്റെയാണ്. നിങ്ങൾ കാണുമ്പോൾ അത് വെറ്റയുടെ കൂട്ടിരിക്കും, പക്ഷേ വെറ്റയല്ല, നമ്മുടെ കുരുമുളകിൻ്റെ ഇലയാണ് കേട്ടോ. ഒരു 6-7 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ല വൃത്തിയായിട്ട് കഴുകി ചെറുതായിട്ട് മുറിച്ച് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തിട്ട് നമ്മുടെ ഈ കട്ടൻ ചായ ഒഴിച്ചിട്ട് അരച്ചെടുക്കണം കേട്ടോ. എത്ര അരച്ചാലും നമുക്ക് അതിൻ്റെ കൊന്തുണ്ട്, അത് നമ്മൾ പിന്നെ കൊന്ത് കളഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കണം കേട്ടോ. കറിവേപ്പിലല്ല, നമ്മുടെ കുരുമുളകിൻ്റെ ഇല വെച്ചിട്ടുള്ള ആ ജ്യൂസ് മാത്രം നമ്മൾ എടുക്കണേ. കുറച്ച് കട്ടൻ ചായ ഒഴിച്ച്, ഇതിപ്പോൾ കട്ടൻ ചായ ചെറിയ ചൂടുണ്ട് കേട്ടോ. നല്ലതുപോലെ അരച്ച് ഇതുപോലെ എടുക്കണം. എടുത്തിട്ട് നമ്മൾ ഈ കൊന്ത് കളഞ്ഞ് ജ്യൂസ് മാത്രം അരിച്ച് ഞാനൊരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു ജ്യൂസ് നമ്മുടെ കുരുമുളകിൻ്റെ ഇലയുടെ ജ്യൂസിൻ്റെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ കട്ടൻ ചായ ബാലൻസ് വന്നതും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാവേ. നമ്മുടെ നീലാമരിയുടെ പൗഡറാണ് ഉപയോഗിക്കുന്നത്. നീലാമരിയുടെ പൗഡർ ഞാനിവിടെ എടുത്തേക്കുന്ന വനശ്രീയുടെയാണ്. നമ്മുടെ അങ്ങാടിക്കടയിൽ തന്നെ വാങ്ങിച്ചിട്ടുള്ള നീലാമരിയുടെ പൗഡറാണ്. അപ്പോൾ നമ്മുടെ മുടിയുടെ ലെങ്തും നമ്മുടെ മുടിക്ക് എത്രത്തോളം നരയുണ്ടോ അത്രയും അനുസരിച്ചിട്ട് നമുക്ക് നീലാമരി പൗഡർ എടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ചേ എടുക്കുന്നുള്ളൂ. മുടിക്ക് അകത്ത് നര നമുക്ക് എന്തായാലും കാണാൻ പറ്റില്ല. നമ്മുടെ ഫ്രണ്ട് പോർഷനിലൊക്കെ മുടി നരയ്ക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കതിന് വേണ്ടി ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതിന് വേണ്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം നീലാമരിയുടെ പൗഡർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് ആദ്യം ഞാൻ കുരുമുളക് അരച്ച ഇലയുടെ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പിന്നെ കട്ടൻ ചായയും കൂടെ ഒഴിച്ചിട്ട് ഒരു ഡൈയുടെ ആ ഒരു പരുവത്തിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നല്ല പോലെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു 45 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പച്ചവെള്ളത്തിൽ തന്നെ കഴുകിക്കളയാം കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മുടെ തലയിൽ എണ്ണയുടെ അംശം പാടില്ല, നല്ലപോലെ ഡ്രൈ ആയിരിക്കണം. എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇടുന്ന പായ്ക്ക് അതിൽ പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ആഴ്ച 2 വട്ടം ചെയ്തിട്ട് മാസത്തിൽ 1 വട്ടമൊക്കെ ആക്കാം കേട്ടോ. കളറിൻ്റെ ആ ഒരു വ്യത്യാസം വരും. പിന്നെ ഭയങ്കര കളറ് നമുക്ക് ആദ്യമേ കിട്ടില്ല, കാരണം നാച്ചുറലായിട്ട് ചെയ്യുന്നതായതുകൊണ്ട്, പിന്നെ കെമിക്കലൊന്നും ചേരാത്തത് കൊണ്ട് ഫസ്റ്റിലേ നമുക്കങ്ങ് ഭയങ്കര ബ്ലാക്ക് കളറൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഉണ്ടാകുന്ന ഈ ഒരു നരയെ ഒരു പരുവം വരെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന ഹോം റെമഡീസ് വെച്ചിട്ട് നമുക്ക് പറ്റും കേട്ടോ. വലിയ ചിലവും കാര്യങ്ങളും ഒന്നുമില്ല. ഇതിപ്പം നമ്മൾ നീലാമരിയുടെ പൗഡർ വാങ്ങണമെന്നേ ഉള്ളൂ. പിന്നെ കുരുമുളകിൻ്റെ തണ്ടും ഇലയും എല്ലാവരും വീട്ടിൽ കാണും. അതൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ഇതുപോലൊരു ഡൈ പായ്ക്ക് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മളിത് കുറച്ച് നേരം വെക്കണം കേട്ടോ. നമ്മളിത് ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂറെങ്കിലും വെക്കുമ്പോഴത്തേന് ഇതിൻ്റെ കളറ് നല്ല പോലെ കറുപ്പ് വരും കേട്ടോ. ഈ ഇൻഡിഗോ പൗഡറും ഈ ഒരു കുരുമുളകിൻ്റെ ഇല അരച്ച എല്ലാം കൂടെ ചേരുമ്പോഴത്തേന് നല്ലൊരു ബ്ലാക്ക് കളർ വരും കേട്ടോ. ഞാനിപ്പോൾ അത്രയും നേരം വെച്ചിട്ടില്ല. എന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോയുടെ താഴെ തന്നെ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.